The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay, see, in the last class we just completed our fourth chapter, that is business services. I think all are clear. Okay, today we are going to discuss the fifth chapter, that is emerging modes of business. Emerging modes of business. See, what do you mean by modes of business? Modes of business എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് the manner in which business is conducting, അല്ലേ, ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഏത് രീതിയിലാണോ അതാണ് modes of business എന്ന് പറയുന്നത്. എമർജിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ചേഞ്ചസ് ദാറ്റ് ആർ ഹാപ്പനിങ് ടുഡേ, ഇന്ന് നടക്കുന്ന ചേഞ്ചസ് ആണ് എമർജിങ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ടുഡേ ദ ബിസിനസ് ഇന്നത്തെ ബിസിനസ് ഫേസിങ് കട്ട് ത്രൂ ഔട്ട് കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ in order to survive and to meet our growing demand of the കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ്സിന് സർവൈവ് ചെയ്ത് നിൽക്കണമെങ്കിൽ എന്ത് അത്യാവശ്യമാണ്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ബിസിനസ് ഫേം ഷുഡ് ഇവോൾവ് ന്യൂവർ ആൻഡ് ബെറ്റർ വേസ് ഓഫ് ഡൂയിങ് തിങ്സ്. കാര്യങ്ങൾ പുതിയ രീതിയിൽ ബെറ്റർ വേയിലൂടെ ചെയ്താൽ മാത്രമേ ഇന്ന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് ബിസിനസ് ക്യാരിഡ് ഔട്ട് ടുഡേ ഹാസ് അണ്ടർഗോൺ ഫണ്ടമെൻ്റൽ ചേഞ്ചസ്. ഇന്ന് ബിസിനസ് കുറേ ചേഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, നടത്തിയിട്ടുണ്ട് ബിസിനസ്സിൽ. അത്തരത്തിൽ വരുത്തിയിട്ടുള്ള മെയിൻ ചേഞ്ചസ് ആണ് ഇന്ന് കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ദീസ് ഡേയ്സിൽ ഇപ്പോൾ ഉള്ള കാലഘട്ടങ്ങളിൽ നടത്തിയ പുതിയ ചേഞ്ചസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് വന്നത് ഡിജിറ്റലൈസേഷൻ ആണ്. ഡിജിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ കൺവേർഷൻ ഓഫ് ടെക്സ്റ്റ്, സൗണ്ട്, ഇമേജസ്, വീഡിയോ എക്സെട്ര ഇതിനെന്ത് ചെയ്യുന്നു ഇൻ ടു സീരീസ് ഓഫ് വൺസ് ആൻഡ് സീറോസ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോണിക്കലി. ഈ സംഭവങ്ങളെല്ലാം ഇലക്ട്രോണിക്കലി എന്ത് ചെയ്യുന്നു, ഇതിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് ഇതിനെയൊക്കെ കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെയാണ്? ഡിജിറ്റലൈസേഷൻ ആണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഏതിൻ്റെ ഡെവലപ്മെൻറ്റോടുകൂടി? ഇൻ്റർനെറ്റിൻ്റെ ഡെവലപ്മെൻറ്റോടുകൂടി. സോ ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ ഈ ഡിജിറ്റലൈസേഷൻ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ആണ് ബിസിനസ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിങ്, BPO. അതൊരു ചേഞ്ചാണ്. ഇനി ഇൻ്റർനാഷണലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻസ്, അത് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ്. ഡിജിറ്റലൈസേഷൻസും ഒരു പുതിയൊരു ചേഞ്ചസ് ആണെന്ന് പറഞ്ഞു. BPO ഒരു പുതിയൊരു ചേഞ്ചസ് ആണ് വന്നത്. ഇൻ്റർനാഷണലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഒരു ചേഞ്ചസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ബിസിനസ് എന്ന് പറയും, അല്ലേ? ഈ ഇലക്ട്രോണിക് ബിസിനസ് അല്ലെങ്കിൽ ഈ ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ദി കണ്ടക്ട് ഓഫ് ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കോമേഴ്സ് യൂസിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ട്രേഡും ഇൻഡസ്ട്രീസും കോമേഴ്സും എന്ത് ചെയ്യുന്നു, നടത്തുന്നുവെങ്കിൽ അതിനെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്ന ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി നടത്തുന്ന ഈ ബിസിനസ്സാണ് ആക്ച്വലി ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇ കോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇ കോമേഴ്സ് ഇലക്ട്രോണിക് കോമേഴ്സ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഓവർ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് വഴി സാധനങ്ങൾ വാങ്ങുകയും
വിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. യൂട്ടിലൈസിങ് വെബ്, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്, ഇമെയിൽ, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആൻഡ് സ്മാർട്ട് കാർഡ്, ഇതൊക്കെ വെച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് പല സാധനങ്ങളും നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വാങ്ങിക്കാറുണ്ട് അല്ലേ. അത് അപ്പോൾ ഇ കൊമേഴ്സും ഇ ബിസിനസ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇ ബിസിനസ് വേഴ്സസ് ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇ ബിസിനസ് ഈസ് വെരി ബ്രോഡ് ടേം ഇൻ സെൻസ് ദാറ്റ് ഇ കൊമേഴ്സ് ഈസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് വൺ ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഇ ബിസിനസ്. ഇ ബിസിനസ് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ബ്രോഡർ ടേമാണ്. അതിൻ്റെ ഒരു ആക്ടിവിറ്റി മാത്രമാണ് ഏത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ആ ഇ ബിസിനസ്സിലുള്ള ഒരു ആക്ടിവിറ്റി മാത്രമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ ഇ കൊമേഴ്സിനകത്ത് ഉൾപ്പെടുന്നതാണ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ഓവർ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ആക്ച്വലി ഏതെന്ന് പറയുന്നത് ഇ കോമേഴ്സ് എന്ന് പറയുന്നത്. വൈൽ ഇ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിസൈഡ്സ് ദ കോമേഴ്സിന് അപ്പുറം എന്നുകൂടെ ഉൾപ്പെടുന്നു ഇൻവോൾവ് അതർ ഫങ്ഷൻസ്, മറ്റ് ഫങ്ഷൻസ് ഉൾപ്പെടുന്നു. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രൊഡക്ഷൻ, അക്കൗണ്ടിങ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏതിൽ വരുന്നുണ്ട്, ഈ ബിസിനസ്സിൽ വരുന്നുണ്ട്. ഓക്കെ മനസ്സിലായോ? അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ മോഡൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദ സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് ഈസ് വെരി വൈഡ് ആണ് അല്ലെ, വൈഡ് സ്കോപ്പാണ്. നമുക്ക് ബിസിനസ് ഫങ്ഷൻസ് ലൈക്ക് വാട്ട്, പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, പേഴ്സണൽ എക്സെട്ര and managerial activities such as planning, organizing, staffing, controlling can be carried out effectively throughout the computer network. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഒരു സ്ഥാപനത്തിനകത്തുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സും ഫിനാൻസിങ്ങും മാർക്കറ്റിങ്ങും പേഴ്സണലും അതെല്ലാം കാര്യങ്ങളും ചെയ്യുന്നു. അതല്ലാതെയുള്ള മാനേജറിയൽ ആക്ടിവിറ്റീസായ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിംഗ് കൺട്രോളിങ്ങും എല്ലാം ഏതിലൂടെ ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദ വേരിയസ് പാർട്ടീസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദി ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇത്തരത്തിൽ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അതിനകത്ത് പല പാർട്ടീസും ഉൾപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയാണ് ആ പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ദസ് ഓൺ ദ ബേസിസ് ഓഫ് പാർട്ടീസ് ഇൻവോൾവ്ഡ് ദ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് കാറ്റഗറീസ് അല്ലേ. ആ പാർട്ടീസിനെ നമുക്ക് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഏതൊക്കെയാണ് ചോദിച്ചോ, ഒന്ന് B2B, ബിസിനസ് ടു ബിസിനസ്, then B2C, business to consumer, then B2G, business to government, then B2E, business to employee, and consumer to consumer, that is C2C എന്ന് പറയും. ഇങ്ങനെ ഇതാണ് പാർട്ടീസ് ഉൾപ്പെട്ടിരിക്കുന്നത് അല്ലേ. ഈ ബിസിനസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള പാർട്ടീസാണ് ഈ പറയുന്നത്. ഇതിൽ എന്താണ് B2B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിയർ ദ പാർട്ടീസ് എന്ന് പറയുന്നത് ഇൻവോൾവ്ഡ് ഇൻ ഇ കോമേഴ്സ് ട്രാൻസാക്ഷൻസ് ആർ ബിസിനസ് ഫേംസ്. രണ്ട് ബിസിനസ് ഫേംസുകൾ തമ്മിൽ നടത്തുന്ന ഈ ട്രാൻസാക്ഷൻസ് ആണ്, ഇ കോമേഴ്സ് ട്രാൻസാക്ഷൻസ് ആണ് ആക്ച്വലി ബിസിനസ് ടു ബിസിനസ് എന്നുള്ളതിൽ ഉൾപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ബിസിനസ് ടു ബിസിനസ് എന്ന് പറയും. സോ ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്റ്റ്, സർവീസസ് ഓർ ഇൻഫർമേഷൻ ബിറ്റ്വീൻ ബിസിനസ് ഫേംസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ അവരുടെ പ്രോഡക്റ്റോ സർവീസസോ ഇൻഫർമേഷൻസോ എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നുവെങ്കിൽ അതാണ് ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷനിൽ വരുന്നത്, B2B മോഡലിൽ വരുന്നത്. ഓക്കെ, around 80% ഓഫ് ഇ കോമേഴ്സ് ട്രാൻസാക്ഷൻസ് ആർ ഓഫ് ദിസ് ടൈപ്സ്. മിക്കവാറും ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ്റെ 80% B2B ആണ്. മനസ്സിലായി? B2B പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബിസിനസ് ഫേംസുകൾ തമ്മിൽ നടത്തുന്ന ഈ ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ, അതാണ് B2B മോഡലിൽ വരുന്നത്. ഇനി അതിന് എക്സാമ്പിൾസ്, B2B ട്രാൻസാക്ഷൻ എക്സാമ്പിൾസ് ആണ് പ്ലേസിംഗ് ഓർഡർ വിത്ത് സപ്ലയേഴ്സിന് ഓർഡർ കൊടുക്കുക, ദെൻ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബിസിനസ് ഫേംസ് ലൈക്ക് ട്രേഡ് നെഗോഷിയേഷൻസ്,
and then transfer of goods from one branch to another. ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് B2B ട്രാൻസാക്ഷൻ എക്സാമ്പിൾസ് ആണ്. then making payment to suppliers, സപ്ലയേഴ്സിന് പേയ്മെൻറ്റ്സ് കൊടുക്കുന്നത് B2B ട്രാൻസാക്ഷൻസ് ആണ്. then receiving and sending documents, so like purchase order or invoice, ഇതും ഏതിന് എക്സാമ്പിൾസ് ആണ്? B2B ട്രാൻസാക്ഷൻസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, മനസ്സിലായിട്ടാണ് വരുന്നു. അടുത്തത് B2C, അതായത് ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലായിരിക്കും? ബിസിനസ് ഫേംസ് ആൻഡ് കസ്റ്റമേഴ്സ്. ബിസിനസ് ഫേംസും കസ്റ്റമേഴ്സും തമ്മിൽ ഉള്ള ഒരു ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ആണ് ആക്ച്വലി B2C അല്ലെങ്കിൽ ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. ഇവിടെ B2C ഇൻവോൾവ് ഇവിടെ എന്ത് ഉൾപ്പെടുന്നത് വെച്ചാൽ ഓൺലൈൻ സെല്ലിംഗ് നടക്കും, ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് നടക്കും, ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തും, ഓൺലൈൻ കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും, ആഫ്റ്റർ സെയിൽ സർവീസസ് ത്രൂ ഓൺലൈൻ. ഇതൊക്കെ ഈ B2Cയിലൂടെ മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ B2C കൊമേഴ്സ് പെർമിറ്റ് കണ്ടക്ട് ഓഫ് ദീസ് ആക്ടിവിറ്റീസ് അറ്റ് മച്ച് ലോവർ കോസ്റ്റ്, അല്ലേ? വളരെ ചുരുങ്ങിയ ചിലവിൽ ഈ പരിപാടികൾ ചെയ്യാൻ പറ്റും ആൻഡ് ഹൈ സ്പീഡും ആയിരിക്കും. മനസ്സിലായോ? ആൻഡ് ദെൻ B2C കോമേഴ്സ് എനേബിൾസ് ദ ബിസിനസ് ടു ബി ഇൻ ടച്ച് വിത്ത് ഇറ്റ്സ് കസ്റ്റമേഴ്സ് 24 hours. 24 hours ബിസിനസ് ഈ B2C ആണ് മോഡലെങ്കിൽ 24 hours കസ്റ്റമേഴ്സുമായിട്ട് ഒരു ക്ലോസ് ടച്ച് വയ്ക്കാനായിട്ട് പറ്റും. അതാണ് B2Cയുടെ ഇത്. അതിന് എക്സാമ്പിൾസ് ആണ് B2C ട്രാൻസാക്ഷൻ എക്സാമ്പിൾസ് ആണ് ഓർഡർ പ്ലേസിംഗ് ബൈ കൺസ്യൂമർ ത്രൂ ഓൺലൈൻ. കൺസ്യൂമർ ഓർഡർ ഏതിലൂടെ കൊടുക്കുന്നു? ഓൺലൈനിലൂടെ കൊടുക്കുന്നു. അത് B2C ട്രാൻസാക്ഷൻ എക്സാമ്പിൾസ് ആണ്. ദെൻ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ കൺസ്യൂമർ ഇലക്ട്രോണിക് ആയിട്ട് പേയ്മെൻറ്റ്സ് നടത്തുക, അത് ഇതിനൊരു എക്സാമ്പിളാണ്. ദെൻ രജിസ്റ്റർ കംപ്ലയിൻറ്റ്സ് ത്രൂ ഓൺലൈൻ. ഓൺലൈൻ വഴി കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യുന്നത് B2C എന്ന ട്രാൻസാക്ഷൻ എക്സാമ്പിൾസ് ആണ്. പ്രൊവൈഡ് കസ്റ്റമർ സപ്പോർട്ട് ത്രൂ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് വഴി കസ്റ്റമേഴ്സിന് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു B2C ട്രാൻസാക്ഷന് എക്സാമ്പിൾസ് ആയിട്ട് വരും. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് വൺ B2G, ദാറ്റ് ഈസ് ബിസിനസ് ടു ഗവൺമെൻറ്. ആ മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ആരൊക്കെയാണ്? B2G എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലായിരിക്കും? കമ്പനി ആൻഡ് ഗവൺമെൻറ്. ബിസിനസ്സും ഗവൺമെൻറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് B2G എന്ന് പറയുന്നത്. ഏതിലൂടെ? ത്രൂ ഇൻ്റർനെറ്റ് വഴി. ഓക്കെ, സോ ഇറ്റ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ദ ഇൻ്റർനെറ്റ് ഫോർ ലൈസൻസിങ് പ്രൊസീജിയർ ആൻഡ് അതർ ഗവൺമെൻറ് റിലേറ്റഡ് ഓപ്പറേഷൻസ്. ലൈസൻസിങ് പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ബിസിനസ് ഗവൺമെൻറ്റുമായിട്ട് ഇൻ്റർനെറ്റ് വഴി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് B2G മോഡലാണ് അതെന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ B2G ട്രാൻസാക്ഷൻ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ത്രൂ ഓൺലൈൻ. ഓൺലൈൻ വഴി ടാക്സ് അടയ്ക്കുന്നത്, അത് B2G ട്രാൻസാക്ഷൻ എക്സാമ്പിൾസ് ആണ്. സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ത്രൂ ഓൺലൈൻ. ഓൺലൈൻ വഴി ലൈസൻസിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, അത് B2G ട്രാൻസാക്ഷൻ എക്സാമ്പിൾസ് ആണ്. ആൻഡ് ദെൻ സീക്ക് ഗവൺമെൻറ് ക്ലിയറൻസ് ത്രൂ ഓൺലൈൻ. ഓൺലൈൻ വഴി ഗവൺമെൻറ്റിൻ്റെ ക്ലിയറൻസ് നടത്തുന്നു എങ്കിൽ അതും B2G ട്രാൻസാക്ഷന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ബിസിനസ് ടു എംപ്ലോയീസ് B2E ഓർ Intra-B commerce എന്ന് പറയും. എന്താണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് വിത്തിൻ ദി ഫേം. ഫേമിനകത്ത് തന്നെ ട്രാൻസാക്ഷൻ നടക്കുന്നുവെങ്കിൽ അതിനെയാണ് Intra-B commerce അല്ലെങ്കിൽ ബിസിനസ് ടു എംപ്ലോയീസ് എന്നതിൽ പറയുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ മാർക്കറ്റിംഗ്, ഫിനാൻസ്, പ്രൊഡക്ഷൻ, പർച്ചേസ്, ഹ്യൂമൻ റിസോഴ്സസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലേ? അപ്പോൾ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് എംപ്ലോയീസ് ആർ കോൾഡ് ബിസിനസ് ടു എംപ്ലോയീസ് ട്രാൻസാക്ഷൻ എന്ന് പറയും. ബിസിനസ് ടു എംപ്ലോയീസ് മോഡലായിട്ട് പറയാം. ഇതിന് എക്സാമ്പിളാണ് സാലറി പെയ്ഡ് ത്രൂ ഇലക്ട്രോണിക്കലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇ ബാങ്കിങ്.
ഇ ബാങ്കിങ് വഴി എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു. അത് B2E ട്രാൻസാക്ഷൻ മോഡൽസിന് എക്സാമ്പിൾസ് ആണ്. ആൻഡ് ദെൻ സീക്ക് എംപ്ലോയീസ് സജഷൻ ഓൺ ഡിഫറെൻറ്റ് മാറ്റേഴ്സ് ത്രൂ ഓൺലൈൻ. ഓൺലൈൻ വഴി എംപ്ലോയീസിൻ്റെ സജഷൻസ്, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സജഷൻസും എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്ന് എംപ്ലോയീസിൻ്റെ നിന്ന് ബിസിനസ് ചോദിക്കുന്നുവെങ്കിൽ ദാറ്റ് ഈസ് ഇൻട്രാ-ബി കോമേഴ്സ് അല്ലെങ്കിൽ B2E മോഡലിന് എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ആൻഡ് ദെൻ ഇഷ്യൂ നോട്ടീസ് ടു എംപ്ലോയീസ് ആസ് എ ഇമെയിലായിട്ട് എംപ്ലോയീസിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ അത് B2E ട്രാൻസാക്ഷന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് മോഡലാണ് കൺസ്യൂമർ ടു കൺസ്യൂമർ, ദാറ്റ് ഈസ് C2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ദ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ കസ്റ്റമേഴ്സ് തമ്മിൽ ഓൺലൈൻ വഴി ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നെങ്കിൽ ദാറ്റ് ഈസ് കൺസ്യൂമേഴ്സ് ടു കൺസ്യൂമർ എന്ന് പറയും. സോ ദർ ആർ മെനി സൈറ്റ് ഓഫറിംഗ് ഫ്രീ ക്ലാസിഫൈഡ്സ്, ഓപ്ഷൻ ഫോറം വെയർ ഇൻഡിവിജ്വൽസ് ക്യാൻ ബൈ ആൻഡ് സെൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഒരുപാട് സൈറ്റുകൾ ഇങ്ങനെ കൺസ്യൂമേഴ്സിനെ വാങ്ങാനും വിൽക്കാനുള്ള ഒരുപാട് സൈറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. സോ കൺസ്യൂമേഴ്സ് ടു കൺസ്യൂമർ പ്രൊവൈഡ് എ മാർക്കറ്റ് ഫോർ ഡീലിംഗ് ഇൻ ഗുഡ്സ് for which there is no established market, അല്ലേ? ആൻഡ് എക്സാമ്പിൾ സെല്ലിംഗ് ഓഫ് യൂസ്ഡ് ബുക്സ് ഓർ കാർ, അല്ലേ? യൂസ്ഡ് ബുക്സും കാർസൊക്കെ സെല്ല് ചെയ്യാൻ പ്രത്യേകിച്ചൊരു സ്ഥാപനമായിട്ടൊന്നും തുടങ്ങേണ്ട കാര്യമില്ല, ഇൻ്റർനെറ്റ് വഴി നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. അത് കൺസ്യൂമർ ടു കൺസ്യൂമർ ട്രാൻസാക്ഷന് എക്സാമ്പിൾസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മോഡൽസ് മനസ്സിലായല്ലോ? ഈ മോഡൽസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇതുപോലെ ഒരു വേറിട്ടൊരു ടോപ്പിക്ക് മൊബൈൽ കൊമേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറയും. കൊമേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ കൊമേഴ്സ് ഈസ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ വയർലെസ് ടെക്നോളജി വെച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് മൊബൈൽ കോമേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഹാൻഡിൽഡ് ഡിവൈസസ് സച്ച് ആസ് സെല്ലുലാർ ടെലിഫോൺസ് ആൻഡ് പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് മൊബൈൽ കോമേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ട്രഡീഷണൽ ബിസിനസ്സും ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ, easy of formation, traditional business is very difficult to form, and then but in case of e-business it is simple. Okay, and then on the basis of physical presence, traditional business physical presence is required, and e-business physical presence is not required. And in case of on the basis of location requirements, in traditional business it is very important, but in case of e-business location requirement is not important. Okay, and on the basis of cost of setting up, so traditional business the cost of setting up is high, but in case of e-business cost of setting up is very low. Okay, and low. And then on the basis of operating cost is high in case of traditional business, but in case of e-business operation cost is low. And then contact with the suppliers and customers. See, in traditional business, indirect through intermediaries, and but in case of e-business it is direct. And then business process and length of cycle, traditional business is long time, and then e-business is a shorter time. Okay, and then interpersonal touch is more in case of traditional business, but in case of e-business is very less, and easy of going global, so less in case of traditional business, more in case of e-business. And then employees in traditional business, semi-skilled or unskilled employees are there, but e-business technically and professionally qualified people are there. Okay, and then transaction risk, so in traditional business low transaction risk due to the face-to-face contact, and but in case of e-business
high due to lack of personal contact. Okay, I think all are clear. Difference between traditional business and e-business. Okay, and the next one, what are the benefit of e-business? See, the first one, easy of formation and lower investments requirements. എളുപ്പത്തിൽ ഫോം ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ്സും വളരെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ മതി അല്ലേ. അൺലൈക്ക് ദ ഹോസ്റ്റ് ഓഫ് പ്രൊസീജിയർ റിക്വയർമെൻറ്റ്സ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് എൻ ഇൻഡസ്ട്രി, ഈ ബിസിനസ് ഇസ് റിലേറ്റീവ്ലി ഈസി ടു സ്റ്റാർട്ട്. എളുപ്പത്തിൽ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. പ്രൊസീജിയേഴ്സ് ഒന്നും അങ്ങനെയില്ല. രണ്ടാമതായിട്ട് കൺവീനിയൻസ് ആണ്. കാരണം ഇന്റർനെറ്റ് ഓഫർ ദ കൺവീനിയൻസ് ഓഫ് 24 hours and 7 days weeks and 365 days a year. ഫുൾ ടൈം ഈ ബിസിനസ് നമുക്ക് ചെയ്യാം, ഏത് നേരത്ത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. ദെൻ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മച്ച് ഓഫ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇൻവോൾവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഇന്റർനെറ്റ് അലോ ദ ക്ലിക്ക് ഓഫ് എ മൗസ്. ഒരു മൗസ് വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ ബിസിനസ് നടക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഗ്ലോബൽ റീച്ച് ആൻഡ് ആക്സസ് അല്ലേ. ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ട്രൂലി വിത്തൗട്ട് ബൗണ്ടറീസ് ഒന്നും നോക്കില്ല. സോ ഇറ്റ് അലോ ദ സെല്ലർ ആൻഡ് ആക്സസ് ടു ദ ഗ്ലോബൽ മാർക്കറ്റ് വരെ എവിടെ വേണമെങ്കിലും പോകാം. ഓൺ അതർ ഹാൻഡ് ഇറ്റ് അഫോർഡ് ടു ദ ബയർ ഫ്രീഡം ടു ചൂസ് ദ പ്രോഡക്റ്റ് ഫ്രം ഓൾമോസ്റ്റ് എനി പാർട്ട് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിൽ വെച്ചുകൊണ്ട് വാങ്ങിക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ മൂവ്മെൻറ്റ് ടുവേഴ്സ് പേപ്പർലെസ് സൊസൈറ്റി അല്ലേ. ഇത് പോകുന്ന എവിടേക്കാണ്, പേപ്പറേ യൂസ് ചെയ്യുന്നില്ലാത്ത ഒരു രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ യൂസ് ഓഫ് ഇന്റർനെറ്റ് ആയതുകൊണ്ട് ഹാസ് കൺസിഡറബിളി റെഡ്യൂസ്ഡ് ഡിപ്പെൻഡ്സ് ഓൺ പേപ്പർ വർക്ക് കൂടുതലായിട്ട് ഇതിനകത്ത് വരുന്നില്ല. അതാണ് ഈ ബിസിനസ്സിൻ്റെ എന്തെന്ന് പറയുന്നത്, ഈ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ലിമിറ്റേഷൻസ് ഓഫ് ഈ ബിസിനസ്. ദ ഫസ്റ്റ് വൺ, ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത് ലോ പേഴ്സണൽ ടച്ച് ആണ്. അതാണ് ഫസ്റ്റ് വൺ. സോ ദർ ഇസ് നോ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ദ ബയർ അല്ലേ. ബയറും സെല്ലറും തമ്മിൽ എന്തുണ്ടാവുന്നില്ല, ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഉണ്ടാവുന്നില്ല. ദറ്റ് ഇസ് വൺ ഓഫ് ദ ഡ്രോബാക്ക്. And the another one, this order taking is very fast, but the delivery of product take times. പിന്നെ ഓർഡർ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഡെലിവറി ചിലപ്പോൾ ഡിലേ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നീഡ് ഫോർ ദ ടെക്നോളജി ആവശ്യമായി വരുന്നു. ടു ആക്സസ് ദ ഈ ബിസിനസ് ഇറ്റ് റിക്വയർ ഫെമിലിയർ വിത്ത് എന്ത് വേണം, കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയണം, ഇൻ്റർനെറ്റ് വേണം, അങ്ങനെയുള്ള സംഭവങ്ങൾ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആക്സസബിൾ ഓൾ ദ പീപ്പിൾ ബിക്കോസ് ഓഫ് ഡിജിറ്റൽ ഡിവൈഡർ അല്ലേ. എല്ലാ ആളുകളിലേക്കും ഇത് എത്തിപ്പെടാൻ ചാൻസസ് കുറവായിരിക്കും, കാരണം എല്ലാവർക്കും ഈ ഫെസിലിറ്റീസ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ആൻഡ് ദെൻ ഹൈ റിസ്ക് ആണ്, കാരണം ഡിഫിക്കൽട്ടി ഇൻ ലൊക്കേറ്റിംഗ് ദ പേഴ്സൺസ് അല്ലേ, ആൻഡ് ദേ ആർ പ്ലേസ് ഫ്രം വെയർ ദേ ആർ ഓപ്പറേറ്റ്. എവിടെ ഇരുന്നുകൊണ്ടാണ് ആരാണ് എന്താ ചെയ്യുന്നതിനെ കുറിച്ച് അറിയാൻ പറ്റാത്തതുകൊണ്ട് പ്രോബ്ലം ഓഫ് ഇംപേഴ്സണൈസേഷൻ, ദാറ്റ് ഈസ് സംവൺ മേ ഓപ്പറേറ്റ് ഇൻ യുവർ നെയിം അല്ലേ. നമ്മുടെ പേരിൽ തന്നെ മറ്റൊരാൾ ചെയ്യാറുണ്ട്, ഓപ്പറേറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം ഓഫ് ലീക്കേജ് ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ലീക്കേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ സച്ച് ആസ് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും പാസ്വേഡും ഒക്കെ ലീക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് റിസ്ക് കൂടുതലാണെന്ന് പറയുന്നത്. ആൻഡ് ദെൻ പീപ്പിൾ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് ന്യൂ ടെക്നോളജി ക്രിയേറ്റ് സ്ട്രെസ് ആൻഡ് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി ടു ദി എംപ്ലോയീസ്. ചിലപ്പോൾ എംപ്ലോയീസിന് ഒരു ഇൻസെക്യൂരിറ്റീസ് ഫീൽ ഉണ്ടാവും, കാരണം പുതിയ ടെക്നോളജി വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ സ്ട്രെസ് കൂടാനുള്ള ചാൻസസ്, സ്ട്രെസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ എത്തിക്കൽ ഫോളോ ഔട്ട്, ദാറ്റ് ഈസ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ത്രൂ ഇൻ്റർനെറ്റ് ആയതുകൊണ്ട് മേ ബി സ്റ്റോളൻ ഓർ മിസ്യൂസ്ഡ് ബൈ ഡിസോണസ്റ്റ് പീപ്പിൾ ഫോർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ നമുക്ക് ചിലപ്പോൾ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ.